ഇപ്പോൾ ധർമ്മജൻ നമ്പൂതിരിയായിട്ട് അഭിനയിച്ച ഒരു വേഷമുണ്ട്. അപ്പോൾ അതിലേതോ ഒരു ഭാഗത്ത് കരിഞ്ഞ നമ്പൂതിരി എന്നുള്ള പ്രയോഗം വരുന്നു. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട് നന്നായിട്ട് കറുത്തിട്ടായിരുന്നു. ആ ഒറ്റ ദൃശ്യം അതിലെ കോമഡിയെ മാറ്റുകയും അതിനെ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചിന്തകൾ വരുന്നുണ്ട്. EMS നമ്പൂതിരി ആരാണെന്നറിയാത്ത പിള്ളേരാണ് ഈ പോസ്റ്റർ ഇടുന്നത്. ആരാണ് അദ്ദേഹം? ഉമര് പറയട്ടെ. ആദ്യം അതേ എഴുത്. സിനിമയിൽ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ആ പ്രൊഡ്യൂസർ എവിടെയെങ്കിലും കടം വെച്ചിട്ടും നല്ലൊരു തായ് പോലെ പണം വെച്ചിട്ടൊക്കെ ആയിരിക്കുള്ളൂ ഈ പടം പുറത്തിറക്കണത്. അത് ഈ റിവ്യൂ ഇടണവനൊരു മൊബൈൽ മാത്രം മതി. ശവങ്ങൾ, പട്ടികൾ, നാറികൾ, തെണ്ടികൾ, അങ്ങനെ ഞാൻ പറയുള്ളൂ. ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം ഇത്രയും കാലം പൊതുസമൂഹത്തിൽ ചിലരുടെ ഭാഗത്ത് നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ. ദിലീപേട്ടന് കാശുണ്ടായതുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതി വരെ പോയി. എനിക്ക് പറ്റുമോ? എനിക്ക് കുടുംബം വിട്ടിട്ട് സുപ്രീം കോടതി പോകാൻ പറ്റുമോ? ഞാൻ എന്നാൽ പണ്ടാറടങ്ങാനായിട്ട് ഞാൻ എന്നാൽ ആൾക്കാർ കിടക്കാമെന്ന് വിചാരിക്കും. നടൻ ധർമ്മജനുമായുള്ള അഭിമുഖത്തിന്റെ 2ാം ഭാഗം. ദിലീപ് കേസിനെ കുറിച്ച്, റിവ്യൂ ബോംബേഴ്സിനെ കുറിച്ച്, രാഷ്ട്രീയ ശരികളെക്കുറിച്ച് കാണാം. ജനുവരി 1 തിങ്കൾ രാത്രി 9 മണിക്ക് കേരള വിഷൻ ന്യൂസ് ട്രൂ കോളറിൽ.